ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഒരു കടൽത്തീര എയർബേസായി പ്രവർത്തിക്കുന്നു എന്നതുകൂടാതെ വിമാനവാഹിനി കപ്പലുകളിൽ ഒരു മുഴുനീള ഫ്ലൈറ്റ് എടുക്കും വിമാനം കൊണ്ടുപോകാനും ആയുധം സജ്ജീകരിക്കാനും വിന്യസിക്കാനും വീണ്ടെടുക്കാനുമുള്ള സൗകര്യങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ ഇതൊരു കപ്പൽ നിരയുടെ തലസ്ഥാന കപ്പലായി കണക്കാക്കപ്പെടുന്നു. കാരണം വിമാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രാദേശിക താവളങ്ങളെ ആശ്രയിക്കാതെ ലോകമെമ്പാടും എയർക്രാഫ്റ്റ് ഓപ്പറേഷനുകൾ നടത്താൻ വിമാനവാഹിനി കപ്പലുകൾ ഒരു നാവികസേനയെ അനുവദിക്കുന്നു. അന്തർദേശീയ ജലപാതയിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ഈ കപ്പലുകൾ ഒരു പ്രാദേശിക പരമാധികാരത്തെയും തടസ്സപ്പെടുത്തുന്നില്ല എന്നതിനാൽ മൂന്നാം കക്ഷി രാജ്യങ്ങളിൽ നിന്നുള്ള ഓവർഫ്ലൈറ്റ് അംഗീകാരത്തിന്റെ ആവശ്യകതയെ ഇല്ലാതാക്കുന്നു. പോരാട്ട മേഖലയിലെ വിമാനവാഹിനി കപ്പലിന്റെ സാന്നിധ്യം വിമാനത്തിന്റെ സമയവും ഗതാഗത ദൂരവും കുറയ്ക്കുകയും ഓപ്പറേഷനുകൾ അതിവേഗം നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നതുമാണ് വിമാനവാഹിനി കപ്പലുകളുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും വലിയ 10 വിമാനവാഹിനി കപ്പലുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് വിമാനവാഹിനി കപ്പൽ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വിമാനവാഹിനി കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ. 78 മീറ്റർ വീതിയുള്ള ഫ്ലൈറ്റ് ഡെക്കും വൈദ്യുതകാന്തിക വിമാന വിക്ഷേപണ സംവിധാനവും നൂതന അറസ്റ്റിംഗ് ഗിയറും ഇതിൽ ഉൾക്കൊള്ളുന്നു. 75ലധികം വിമാനങ്ങൾ വഹിക്കാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട്. കപ്പലിന്റെ കമ്പനി സ്റ്റാഫ്, എയർവിംഗ് സ്റ്റാഫ്, മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവരുൾപ്പെടെ 4539 പേരെ ഈ കപ്പലിന് ഉൾക്കൊള്ളാൻ കഴിയും. ജെറാൾഡ് ആർ ഫോർഡിന് 2 A-1B ന്യൂക്ലിയർ റിയാക്ടറുകളുണ്ട്. RIM-162 എവോൾഡ് സീസ്പാരോ മിസൈലുകൾ, റോളിംഗ് എയർഫ്രെയിം മിസൈലുകൾ, ഫാലങ്സ് ക്ലോസ്-ഇൻ വെപ്പൺ സിസ്റ്റം എന്നിവയാണ് പ്രധാന ആയുധങ്ങൾ. ഈ കപ്പലിന്റെ പൂർണ്ണ ലോഡ് ഡിസ്പ്ലേസ്മെന്റ് 1,00,000 ടണ്ണാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. രണ്ടാമതായി നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പൽ. അമേരിക്കൻ ഐക്യനാടുകളിലെ നാവികസേനയിൽ സേവനമനുഷ്ഠിക്കുന്ന 10 ന്യൂക്ലിയർ പവേർഡ് വിമാനവാഹിനി കപ്പലുകളുടെ ഒരു ക്ലാസ്സാണ് നിമിറ്റ്സ് ക്ലാസ് കപ്പലുകൾ. 332.8 മീറ്റർ നീളമുള്ള ഈ സൂപ്പർ കാരിയറിന് 60ലധികം വിമാനങ്ങൾ വഹിക്കാൻ കഴിയും. ഓരോ കപ്പലിനും വെള്ളത്തിനു മുകളിൽ 20 നിലകളുണ്ട് എന്നതുകൂടാതെ 3000 മുതൽ 3200 വരെ കപ്പൽ കമ്പനി ക്രൂ, 1500 എയർവിംഗ് ക്രൂ, 500 മറ്റു ക്രൂ എന്നിവയെ ഉൾക്കൊള്ളാൻ കഴിയും. 2 ന്യൂക്ലിയർ റിയാക്ടറുകൾ കരുത്തു പകരുന്ന നിമിറ്റ്സ് ക്ലാസ് കപ്പലുകൾക്ക് പരമാവധി 30 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുണ്ട്. സീസ്പാരോ മിസൈലുകൾ, ഫാലങ്സ് ക്ലോസ്-ഇൻ വെപ്പൺ സിസ്റ്റം, റോളിംഗ് എയർഫ്രെയിം മിസൈലുകൾ എന്നിവ ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ഈ കപ്പലിന്റെ പൂർണ്ണ ലോഡ് ഡിസ്പ്ലേസ്മെന്റ് 97,000 ടണ്ണാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മൂന്നാമതായി ക്യൂൻ എലിസബത്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ. യുണൈറ്റഡ് കിങ്ഡത്തിലെ റോയൽ നേവിയുടെ 2 വിമാനവാഹിനി കപ്പലുകളുടെ ക്ലാസ്സാണ് ക്യൂൻ എലിസബത്ത് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറുകൾ. 40 വരെ റോട്ടറി ഫിക്സഡ് വിംഗ് വിമാനങ്ങൾ വഹിക്കാൻ ഈ കപ്പലുകൾക്ക് കഴിയും. കപ്പലിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളും 679 അംഗങ്ങളുള്ള ഒരു ക്രൂവിനൊത്ത് പ്രവർത്തനക്ഷമമാക്കുന്നു. ക്ലാസിലെ ഓരോ കപ്പലിലും ഒരു ഫാലങ്സ് ക്ലോസ്-ഇൻ വെപ്പൺ സിസ്റ്റം, 30mm തോക്കുകൾ, മിനി തോക്കുകൾ എന്നിവ ഉപയോഗിച്ച് ഏതുതരം ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നു. 2 റോൾസ് റോയ്സ് MD-30 ഗ്യാസ് ടർബൈനുകളും 4 ഡീസൽ ജനറേറ്റർ സെറ്റുകളുമാണ് വിമാനവാഹിനി കപ്പലിന് കരുത്തു പകരുന്നത്. ഇവ മൊത്തത്തിൽ 109 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഇവയുടെ സഹായത്തോടെ കപ്പലിന് പരമാവധി 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും കഴിയുന്നു. കൂടാതെ ഇവയുടെ പൂർണ്ണ ലോഡ് സ്ഥാനചലനം 65,000 ടണ്ണാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നാലാമതായി അഡ്മിറൽ കുസ്നെറ്റ്സോവ് എയർക്രാഫ്റ്റ് കാരിയർ. റഷ്യൻ നാവികസേനയുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലാണ് അഡ്മിറൽ ഫ്ലോട്ട സെവറ്റ്സ്കോഗോ സോയുസ കുസ്നെറ്റ്സോവ് എയർക്രാഫ്റ്റ് കാരിയർ. അഡ്മിറൽ കുസ്നെറ്റ്സോവിന്റെ വിശാലമായ 14,700 മീറ്റർ ഫ്ലൈറ്റ് ഡെക്കിൽ സുഖോയി 33, MiG-29K, സുഖോയി 27 UTG യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ KA-27S, KA-27LD, KA-27 LPO ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾക്കൊള്ളാൻ കഴിയും. കപ്പലിൽ 1960 കമ്പനി ക്രൂ, 626 എയർ ഗ്രൂപ്പ് ക്രൂ, 40 ഫ്ലാഗ് സ്റ്റാഫ് എന്നിവരെ ഉൾക്കൊള്ളാൻ കഴിയും. 32 കിലോമീറ്ററിന്റെ പരമാവധി വേഗത നൽകുന്ന ഒരു സ്റ്റീം ടർബൈൻ പ്രൊപ്പൽഷൻ സംവിധാനമാണ് ഈ വിമാനവാഹിനി കപ്പലിനെ മുന്നോട്ട് നയിക്കുന്നത്. AK-630 തോക്കുകൾ, CADS-N1 കഷ്താൻ ക്ലോസ്-ഇൻ വെപ്പൺ സിസ്റ്റം, P-700 ഗ്രാനിറ്റ് ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ, RBU-12,000 UDV-1SW റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. കൂടാതെ കപ്പലിന്റെ പൂർണ്ണ ലോഡ് സ്ഥാനചലനം 58,500 ടണ്ണാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അഞ്ചാമതായി ഫിജിയാൻ എയർക്രാഫ്റ്റ് കാരിയർ. ചൈനയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പലായ ഫിജിയാൻ 2022 ജൂണിൽ ലോഞ്ച് ചെയ്തിരുന്നു. ചൈനയുടെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധക്കപ്പലായി അറിയപ്പെടുന്ന ഫിജിയാന്റെ സ്ഥാനചലനം 80,000 ടണ്ണിൽ കൂടുതലാണ്. ഇത് ചൈന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ കാരിയറാണ് എന്നതുകൂടാതെ കാറ്റോബാർ കഴിവുള്ള ചൈനയുടെ ആദ്യത്തെ കപ്പൽ കൂടിയാണിത്. ചൈനീസ് നാവികസേനയുടെ ആദ്യത്തെ ഇമാൽസ് അടിസ്ഥാനമാക്കിയുള്ള 250 അടി നീളമുള്ള ഫ്ലൈറ്റ് ഡെക്ക് ഈ കപ്പൽ അവതരിപ്പിക്കുന്നു. 2,00,000 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന 8 ബോയിലറുകളും 4 ഷാഫ്റ്റുകളും അടങ്ങുന്ന സ്റ്റീം ടർബൈനുകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്.
ഇതിന് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന 24 J-15 വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, രഹസ്യാന്വേഷണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള 50 വിമാനങ്ങൾ വഹിക്കാനാകും. ചൈനയിലെ ഏറ്റവും വലുതും വികസിതവും അതിശക്തവുമായ വിമാനവാഹിനി കപ്പലായ ഫിജിയാൻ 80,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതും ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയാകാൻ ചൈനയെ പ്രേരിപ്പിച്ച വിപുലമായ സൈനിക വിപുലീകരണത്തിന്റെ മുൻനിര കപ്പൽ കൂടിയാണ്. ആറാമതായി ഷാൻഡോങ് എയർക്രാഫ്റ്റ് കാരിയർ. 2019 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഷാൻഡോങ് ചൈനയുടെ ആഭ്യന്തരമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലും സജീവമായി സേവനത്തിലുള്ള രണ്ടാമത്തേതുമാണ്. ഇതിന്റെ മുൻഗാമിയായ ലിയോണിങ്ങിനെ അപേക്ഷിച്ച് മെച്ചപ്പെടുത്തലുകളോടെ ഷാൻഡോങ് ഒരു വലിയ ഫ്ലൈറ്റ് ഡെക്കും മെച്ചപ്പെടുത്തിയ വിമാനശേഷിയും അവതരിപ്പിക്കുന്നു. ഇത് നാവിക വാസ്തുവിദ്യയിൽ ചൈനയുടെ വളരുന്ന കഴിവുകളെ എടുത്തു കാണിക്കുന്നു. സോവിയറ്റ് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച കുസ്നെറ്റ്സോ ക്ലാസ് വിമാനവാഹിനി കപ്പലിന്റെ പരിഷ്കരിച്ച പതിപ്പ് കൂടിയായി ഈ വിമാനവാഹിനി കപ്പൽ അറിയപ്പെടുന്നു. ഇത് ഏകദേശം 66,000 മുതൽ 70,000 ടൺ വരെ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ കഴിവുള്ള അത്യാധുനിക കപ്പലായും അറിയപ്പെടുന്നു. നൂതനമായ ടൈപ്പ് 346 എസ് ബാൻഡ് AES റഡാർ സംവിധാനമാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. 24 J-15 വിമാനങ്ങൾ ഉൾപ്പെടെ മൊത്തത്തിൽ 36 വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള വിമാനവാഹിനി കപ്പൽ കൂടിയാണ് ഷാൻഡോങ് വിമാനവാഹിനി കപ്പൽ. ഏഴാമതായി ലിയോണിംഗ് വിമാനവാഹിനി കപ്പൽ. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഉപരിതല സേനയിലേക്ക് നിയോഗിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ചൈനീസ് ടൈപ്പ് 001 വിമാനവാഹിനി കപ്പൽ. അഡ്മിറൽ കുസ്നെറ്റ്സോ ക്ലാസിന്റെ ഭാഗമാകാനാണ് ചൈന ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും 1991 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടപ്പോൾ ഈ കപ്പൽ അപൂർണമായിരുന്നു. ഒടുവിൽ ഉക്രൈൻ ഇത് ചൈനയ്ക്ക് വിൽക്കുകയും ഡാലിയനിൽ പൂർത്തിയാക്കുകയും ലിയോണിംഗായി നിയോഗിക്കുകയും ചെയ്തു. ടൈപ്പ് 1030 ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം, HQ-10 മിസൈലുകൾ, അന്തർവാഹിനി യുദ്ധ സംവിധാനം, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ഉപയോഗിച്ച് ഈ വിമാനവാഹിനി കപ്പൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഫിക്സഡ് വിംഗ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ ഏകദേശം 50 വിമാനങ്ങൾ സജ്ജീകരിക്കാൻ കഴിയുന്ന ഈ കപ്പലിന്റെ പൂർണ്ണ ലോഡ് സ്ഥാനചലനം 58,000 ടണ്ണാണ്. എട്ടാമതായി INS വിക്രമാദിത്യ എയർക്രാഫ്റ്റ് കാരിയർ. റഷ്യയിൽ നിന്നും ഏറ്റെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ മുൻനിരയിലുള്ള കീവ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ് INS വിക്രമാദിത്യ. ഈ യുദ്ധക്കപ്പലിന് 284 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുണ്ട്. ഇവയുടെ സ്റ്റോബാർ ഫ്ലൈറ്റ് ഡെക്കിന് MiG-29K, സീ ഹാരിയർ, കമോവ് 29, കമോവ് 31, സീ കിങ്, HAL ധ്രുവ്, ഛേദക് ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ 28-ലധികം വിമാനങ്ങൾ വഹിക്കാൻ കഴിയും. കപ്പൽ വിരുദ്ധ മിസൈലുകൾ, എയർ ടു എയർ മിസൈലുകൾ, ഗൈഡഡ് ബോംബുകൾ, റോക്കറ്റുകൾ എന്നിവയുമായാണ് ഈ കാരിയർ സജ്ജീകരിച്ചിരിക്കുന്നത്. INS വിക്രമാദിത്യയുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം 8 ടർബോ പ്രഷറൈസ്ഡ് ബോയിലറുകളെയും 4 ഗിയേർഡ് സ്റ്റീം ടർബൈനുകളെയും സംയോജിപ്പിച്ച് മൊത്തം ഔട്ട്പുട്ട് പവർ 1,80,000 HP ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം കപ്പലിലെ 6 ടർബോ ആൾട്ടർനേറ്ററുകളും 6 ഡീസൽ ആൾട്ടർനേറ്ററുകളും മൊത്തം 18 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ ഈ കപ്പലിന്റെ പൂർണ്ണ ലോഡ് സ്ഥാനചലനം 44,500 ടണ്ണാണ് എന്നതും ശ്രദ്ധേയമാണ്. ഒൻപതാമതായി ചാൾസ് ഡി ഗല്ലേ വിമാനവാഹിനി കപ്പൽ. ഫ്രഞ്ച് നാവികസേനയുടെ മുൻനിര കപ്പലാണ് ചാൾസ് ഡി ഗല്ലേ എയർക്രാഫ്റ്റ് കാരിയർ. ഇവ 10ാമത്തെ ഫ്രഞ്ച് വിമാനവാഹിനി കപ്പലും ആദ്യത്തെ ഫ്രഞ്ച് ആണവോർജ്ജം വഹിക്കുന്ന ഉപരിതല കപ്പലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയിലല്ലാതെ പൂർത്തിയാക്കിയ ഏക ന്യൂക്ലിയർ പവേർഡ് എയർക്രാഫ്റ്റ് കാരിയറുമാണ്. ഈ കപ്പലിൽ 40 ദസോ റഫാലം, സൂപ്പർ എൻഡാഡ്, E-2C ഹോക്കി വിമാനം, SA-365 ഡൗഫിൻ, EC-725 കാരക്കൽ, AS-532 കൂഗർ ഹെലികോപ്റ്ററുകൾ, ആസ്റ്റർ മിസൈലുകൾ എന്നിവയും വഹിച്ചു പോരുന്നു. അമേരിക്കൻ നിംസ് ക്ലാസ് വിമാനവാഹിനി കപ്പലുകൾ സ്ഥാപിച്ചിട്ടുള്ള കാറ്റാപൾട്ട് സിസ്റ്റത്തിന്റെ ഹ്രസ്വ പതിപ്പായ 2 75 മീറ്റർ C-13 സ്റ്റീം കാറ്റാപൾട്ടുകൾ ഉപയോഗിക്കുന്ന കാറ്റോബാർ സംവിധാനത്തിലുള്ള കാരിയറുകളാണിവ. അമേരിക്കൻ നാവികസേനയുടെ F-18 സൂപ്പർ ഹോർണറ്റുകൾ, C-2 ഗ്രേഹൗണ്ട്സ് എന്നിവയുടെ പ്രവർത്തനം അനുവദിച്ച ഒരു കാറ്റാപൾട്ട് വിക്ഷേപണ സംവിധാനമുള്ള ഏക അമേരിക്കനെതിരെ കാരിയർ കപ്പലാണ് ചാൾസ് ഡി ഗല്ലേ എന്നത്. 2 K-15 പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുകൾ അടങ്ങിയതിന്റെ ഊർജ്ജ നിലയം 27 കിലോമീറ്റർ വേഗത നൽകുന്നു. കൂടാതെ ഈ കപ്പലിന്റെ പൂർണ്ണ ലോഡ് ഡിസ്പ്ലേസ്മെന്റ് 42,000 ടണ്ണാണ് എന്നതും ശ്രദ്ധേയമാണ്. 10ാമതായി INS വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയർ. ഇന്ത്യൻ നാവികസേനയുടെ ഇൻഹൌസ് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്തതും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചതുമായ INS വിക്രാന്ത് രാജ്യത്തിന്റെ സമുദ്ര ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ്. അത്യാധുനിക ഓട്ടോമേഷൻ ഫീച്ചറുകളോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ ഈ കപ്പൽ കൂടുതൽ അപകടകാരിയായി മാറുന്നു. 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുള്ള വിക്രാന്ത് പൂർണ്ണമായി ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം 43,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്നു എന്നതുകൂടാതെ ഇവയ്ക്ക് 7,500 നോട്ടിക്കൽ മൈലിന്റെ എൻഡുറൻസും 28 നോട്ട്സിന്റെ പരമാവധി വേഗതയുമുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ എന്നിവയ്ക്ക് പുറമെ MiG-29K യുദ്ധവിമാനങ്ങൾ, കമോവ് 31, MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുന്ന 30 വിമാനങ്ങൾ അടങ്ങുന്ന എയർവിംഗ് പ്രവർത്തിപ്പിക്കാൻ INS വിക്രാന്തിന് കഴിയും. സ്റ്റോബാർ സവിശേഷത ഉപയോഗിക്കുന്ന ഈ വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ പവർ പ്രൊജക്ഷൻ ആയുധമായി ഉയർന്നു വരുന്നു.